വേവിക്കാനേ കൊള്ളുകയല്ല, വല്ല കത്തിക്കാനോ കുഴിച്ചിടാനോ കൊള്ളത്തുള്ളൂ. മുഴുവൻ കല്ലും പുഴുവാ. BPL കാർഡ് കൊടുത്ത് അരി മേടിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. എന്നോട് മിണ്ടണ്ട. ഞാൻ എന്തിനാ പറഞ്ഞോട് മിണ്ടണ്ടാന്ന്? നീ ഒരു കാര്യം ചെയ്, ഇതിന്റെ നല്ല ഭാഗമൊക്കെ കൊഴിച്ച് എനിക്ക് കഞ്ഞി വെച്ചതാ, ബാക്കിയുള്ളത് നീ വെച്ചുകൂടി. എന്നോട് മിണ്ടണ്ടാന്ന് ഞാൻ പറഞ്ഞു. നീ ഇങ്ങനെ പണിയെടുക്കുന്നതേ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഒരു 5-6 കപ്പലിനെയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൊണ്ടിരിക്കാൻ. പൊട്ടോണ്ടിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞു എന്നോട് മിണ്ടാനായിട്ട് ഒരു സൂത്രപ്പണിയായിട്ട് വന്നിരിക്കുക. എന്നോട് മിണ്ടണ്ട. ഓ, നിന്നോട് മിണ്ടിയില്ലെങ്കിൽ എനിക്കിപ്പോ എന്റെ കാലത്തിലെ അരി വേവത്തില്ല. പൊടിയിടുന്നു. ഒരിടത്തൊരിടത്ത് ദുഷ്ടയും ക്രൂരയുമായ ഒരു അമ്മായിയമ്മ ഉണ്ടായിരുന്നു. മരുമോളാണെങ്കിൽ പഞ്ചപാവം. അയ്യോ, പച്ചവെള്ളം ചവച്ച് കുടിക്കും. അവരെങ്ങനെ വേണമെങ്കിലും അത് കുടിച്ചോട്ടെ. അമ്മായിമ്മപ്പൂരിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന അവർ താമസിയാതെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ ചാൻസ് ഉണ്ട്. നീ എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞേ? ഞാനൊരു കഥ പറഞ്ഞതാ. ഇത് വേറെ അമ്മായിയമ്മ. ഈ അമ്മായിയമ്മ ഒരു ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രി, ഭക്ഷണശേഷം ഓട്സ് കിട്ടിയില്ലാന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമുണ്ടാക്കി. അവർ അവിടെ ഇരുന്ന ചട്ടികളും കലവും എടുത്ത് മരുമകൾക്ക് നേരെ ആക്രമണം നടത്തി. മരുമകൾ നല്ല കായിക അഭ്യാസി ആയതുകൊണ്ട് അതെല്ലാം തടുത്തു നിർത്തി രക്ഷപ്പെട്ടു. എന്നെ ഉദ്ദേശിച്ചല്ലേ നീ പറഞ്ഞേ? എനിക്ക് നീ ഇന്നലെ അതിന് ഓട്സ് തന്നോ? കഷ്ടമാണെന്നോ ഒരു കഥ പറയാൻ പോലും സമ്മതിക്കണമെന്ന് വെച്ചാ ഇങ്ങനെ വേറെ വീടുകളിൽ നടക്കില്ലേ? നടക്കും. ആ കഥയാ ഞാൻ പറഞ്ഞേ. അല്ല, മറ്റുള്ള വീടുകളിലൊക്കെ ഈ ഓട്സ് ഉണ്ടോ? ആ ഓട്സ് ഉണ്ട്. എവിടെ ഉണ്ട് ഓട്സ്? ഓട്സ് വാങ്ങിക്കുന്ന വീട് ഇത് ഒരെണ്ണേ ഉള്ളൂ. പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. അല്ലല്ലേ, അമ്മായിയമ്മയുടെ പേര് പറ. അമ്മായിമ്മയുടെ പേരില്ല. അമ്മായിയമ്മയ്ക്ക് പേരില്ലേ? എന്താ അമ്മായിയമ്മയ്ക്ക് പേരില്ലാത്ത? എടി, അമ്മായിയമ്മയ്ക്ക് പേരുള്ളത് കൊണ്ടാ നീ ഇവിടെ വരാൻ കാരണം. കഥയിൽ ചോദ്യമില്ല. അമ്മായിമ്മയ്ക്ക് പേരില്ല. അമ്മായിയമ്മയ്ക്ക് പേരുണ്ടോ? നീ ഒരു ക്ലൂ തന്നെ, അപ്പൊ ഞാൻ പറയാം. ക്ലൂ കാക്ക ക്ലീ ക്ലീ ക്ലൂ ക്ലൂ ക്ലൂ. ക്ലൂ ഒന്നും പറയണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ നീ അമ്മായിമ്മയുടെ പേര് പറയടി. ധൈര്യോ? എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ ഇതാക്കാൻ നോക്കണ്ട. ഞാൻ പറയാം. അമ്മായിമ്മയുടെ മുട്ടുകാല വേദനയുണ്ട്. അവർ ഭൂമിക്ക് കാറ്റടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കളിയാക്കിക്കോ. ദിവസം നിനക്കും ഒരു ദിവസം ഇതുപോലെ വരും, നോക്കിക്കോ. അന്ന് ഞാൻ കാണിച്ചു തരാം നീ എങ്ങനെ നടക്കും എന്നുള്ളത്. കേട്ടോ? നിന്റെ നാക്ക് പുഴുത്തു പോടി. ഞാനങ്ങ് സഹിച്ചു. സഹിച്ചു. എന്തോരു വേണ്ട, എന്റെ അടുത്ത് അധികം കളിക്കാൻ വരല്ലേ. കളിക്കാൻ വരുന്നു അമ്മേ. കാര്യമൊക്കെ ശരി തന്നെ. എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്. നിനക്ക് എന്താ പറ്റിയത്? എന്തുവാ? ഞാനിവിടെ വരേക്ക് എന്ന് കല്ല് നോക്കുമല്ലേ? എന്താ കല്ല് നോക്കി? അധികം വെള്ളമല്ലേ എന്റെ അടുക്കല്? ഞാൻ കാണിച്ചു തരും. ഞാന് കണ്ടതാ. അമ്മേ, ഞാൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആവശ്യമില്ലാതെ പറയണെങ്കിൽ പറ. ഒറ്റ ചവിട്ട് വെച്ചല്ലേ ഞാന്? ചവിട്ട് എന്റെ മുട്ടുപോയി എന്നല്ല അറിയത്തില്ലേ? എനക്ക് തോട്ടി കളിക്കുന്നോ നീ? അല്ലേ, കൊറേ നേരമായി ഞാൻ സഹിക്കുന്നു. എന്തിനാണ് ഇതിങ്ങനെ കെട്ടിയിട്ടത്? പിന്നെ ആരാണ് ഇത് കെട്ടിയിട്ടത്? എന്റെ ദൈവമേ, ഇത് എന്ത് കെട്ടിയിട്ടത് ഞങ്ങൾ തന്നെ, തലേ തോണ്ടിയത് ഞങ്ങൾ തന്നെയാ. എന്താ സുഖമായിരുന്നു മുഴുവൻ നിങ്ങൾ കാരണം ഇത് മുഴുവൻ തട്ടിയിട്ടത് നിങ്ങളുടെ അച്ഛമ്മ. അച്ഛമ്മയാണ് തട്ടിയിട്ടത്. എടാ അർജുന, ഒന്നങ്ങോട്ട് ഓടി വേടാ. നിന്റെ ഈ എരണം കിട്ട പിള്ളേരെ നേട്ട് ഈ പെമ്പറന്നതേം കൊണ്ട് ഞാൻ തോറ്റു. ഒന്നങ്ങോട്ട് ഓടി വേടാ. രാത്രി കവിത എഴുതിയതിന്റെ ക്ഷീണം തീർക്കാനും സമ്മതിക്കത്തില്ലല്ലോ. എന്റെ ഒരു കവിത കൊല. എടാ, നിന്റെ പിള്ളേർ ചെയ്ത വേല കണ്ടോ? ഇത് നോക്ക്. എടാ, ഇക്കണക്കിന് എന്റെ തലയ്ക്കും കിഴക്കുമല്ലോ. നിന്റെ തലയ്ക്ക് കിഴക്കാൻ വരട്ടെ. നീ ആദ്യം ഇതുങ്ങളെ കൊണ്ടുപോയി ബോർഡിങ്ങിലാക്ക്. പിന്നെ ഇപ്പൊ ബോർഡിങ്ങിലാകും. എന്താണ് അധികം കളിക്കല്ലേ? നിങ്ങളെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ശരിയാക്കുന്നു. ബാക്കി നമുക്ക് പിന്നെ കൊടുക്കാം. അമ്മ വാ, നമുക്ക് പോവാം. തകരാറിലായ വണ്ടിയെ മറ്റൊരു വണ്ടി വന്ന് കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന പോലുണ്ട്.
എന്ത് പടി ഇത് കഴിയില്ലേ നീ ഇത്? ആ, ഇവിടെ. എന്താ പറഞ്ഞേ? എന്തുകൂടെ പറഞ്ഞേ? എന്തുകൂടെ പറഞ്ഞേ? ഏ? വണ്ടി വേറൊരു വണ്ടി വലിച്ചോണ്ട് പോകുന്ന പോലെ ഉണ്ടെന്ന്. കൊടുക്കമ്മേ. അയ്യോ, എഴുന്നേറ്റ്. അയ്യോ, എന്തേലും പറ്റിയോടാ? ഒന്നും പറ്റിയില്ല. അയ്യോ, ശരി. കണ്ണടിയൊന്നും പൊട്ടിയില്ലല്ലോ. ആ. ഒന്നുകൂടെ പതുക്കെ അടിച്ചേ. കേട്ടോ സാരമില്ല കേട്ടോ. ഇനി അധികമൊന്നും പറയല്ലേ? ഇല്ല. നീയാ കള്ളി, നീയാ സൂത്രക്കാരി. വാ മോളെ. ഇനി ഇവിടെ കിടന്ന് വേളം വെച്ചാല് രണ്ടിനെ കരണക്കുറ്റി അടിച്ചാൻ പൊട്ടിക്കും. പറഞ്ഞേക്കാം, എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. കവിത എഴുതിയതിന്റെ ക്ഷീണമാ, അതാ ചൂടാവുന്നെ. ഡാഡിയുടെ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതാ ഇങ്ങനെയൊക്കെ. അല്ല, ഈ കവിത എഴുത്ത് നിർത്താൻ എന്താ ഒരു വഴി? ഡാഡിയുടെ ചെവിയിൽ നമുക്ക് കർപ്പൂരം ഇട്ട് കത്തിക്കാം. അപ്പോൾ ബുദ്ധിയെല്ലാം കത്തിപ്പോത്തില്ലേ? എന്ത് ധൈര്യത്തിലാടാ നിന്റെയൊക്കെ മുമ്പിൽ കിടന്ന് ഞാൻ ഉറങ്ങുന്നത്? എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടായോ രണ്ടിനും? ഓ, പറഞ്ഞോലെ ഇന്ന് അവധിയാണല്ലോ, ക്ലാസ് ഇല്ലല്ലോ. എന്നാ ടൗണിലെങ്ങാനും പോയി ചുറ്റി തിരിഞ്ഞിട്ട് വാ. ഓ, എനിക്ക് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങണം. അതിനൊക്കെ ആ കാശ് കയ്യേ വേണ്ടേ? ഒരു ഐസ്ക്രീം എങ്കിലും മേടിച്ച് തിന്നണ്ടേ? പിന്നെ പേഴ്സിൽ കാശിരിപ്പുണ്ട്, പോയി എടുത്തു. എനിക്കിന്ന് 2 ഐസ്ക്രീം കഴിക്കണം. അപ്പൊ എനിക്ക് 3 കഴിക്കണം. അപ്പൊ ഞാൻ നാളെ അതിനുള്ള കാശ് പേഴ്സിൽ കാണുമോ? അതൊക്കെ നോക്കാം. വാ. ശനി ഞായർന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാ മനുഷ്യന്. ആര് കണ്ടുപിടിച്ച് ഈ ദിവസങ്ങള്? പച്ചവെള്ളം കുടിച്ചു കുടിച്ചു കുടിച്ച് ഞാൻ ചത്തു. ആ നാശത്തിനോട് 2 ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് ഇവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞ കേക്കത്തേയില്ല. നശൂന്യം, മടിച്ചി. ഓ, എപ്പ നോക്കിയാലും ഇത് തന്നെ ജോലി. തീറ്റി തീറ്റി തീറ്റി. ദൈവം ഇങ്ങനൊരു മടിച്ചി കോത. അമ്മ പറഞ്ഞ സത്യ, എനിക്ക് ഭയങ്കര മടിയാ. 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ എനിക്ക് ഏറ്റവും ബെസ്റ്റ് മടിച്ചിക്കൾ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓഹോ, എന്തായിരുന്നു അവാർഡ്? ഓ, എനിക്കറിയാൻ പറയാം, ഞാനൊന്നും മേടിക്കാൻ പോയില്ല. എന്താ പോഞ്ഞേ? മടി. അയ്യോ, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുക. എന്റെ പട്ടി ദേഷ്യപ്പെടും. അയ്യടി, ഷുഗർ ഇച്ചിരി കൂടിയെന്ന് തോന്നുന്നുണ്ട്. എന്തോ ഒരു ദാഹവാ. എന്താ തന്ത കറങ്ങാൻ വേണ്ടിട്ട് പോയില്ലയോ? എങ്ങനെ പോവാനാ? ഞങ്ങക്ക് വിഷമായി പോയി. എന്തിന്? അച്ഛമ്മ ഇത് കണ്ടോ? അത് നിന്റെ അച്ഛന്റെ പേഴ്സല്ലയോ? അതെ, കാശെടുക്കാൻ നോക്കിയപ്പോ കണ്ടതാ. ഇതിനകത്ത് മമ്മിയുടെ ഫോട്ടോ. പിന്നെ അവൻ പിന്നെ ആരുടെ ഫോട്ടോ വെക്കണം? നിങ്ങളുടെ മമ്മിയുടെ അല്ലാതെ? അച്ഛമ്മയുടെ ഇല്ല, ഞങ്ങളുടെയും ഇല്ല. അതെ, നമ്മുടെ ആരുടെ ഇല്ല. നോക്കട്ടെ. എന്റെ ഫോട്ടോ കാണണമല്ലോ, ഉണ്ടായിരുന്നല്ലോ ഇന്നാളെ ഇതിനകത്ത്. വൃത്തികെട്ടവൻ പേഴ്സിനകത്ത് ഭാര്യയുടെ ഫോട്ടോയും കൊണ്ട് നടക്കുന്നു. കാശില്ലാത്ത കാരണം മമ്മിയുടെ ഫോട്ടോ എങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കാണും. എന്നാ പിന്നെ അച്ഛമ്മയുടെ ഫോട്ടോ അല്ലേ വരേണ്ടത്? ഡാഡി ആദ്യമേ കണ്ടത് അച്ഛമ്മയല്ലേ? അയ്യോ, എന്താ അമ്മ കരയുന്നേ? എടാ, എന്തിനാ കരയുന്നേ അമ്മ? എന്താ? എങ്ങനെ കരയാതിരിക്കും? ദാണ്ട അവന്റെ പേഴ്സിനകത്ത് നിന്റെ ഫോട്ടോ മാത്രം. ഈ അർജുനേട്ടന്റെ ഒരു കാര്യം, ഭാര്യമാരുടെ ഫോട്ടോയെ പേഴ്സിൽ വെച്ചാൽ ഐശ്വര്യം കൂടുന്നാ പറയുന്നേ. ആര് പറഞ്ഞടി? ഞാൻ കണ്ടില്ലേ, ഇതിനകത്ത് എന്തൊരു പൈസ എന്നറിയാമോ? പൈസ എന്തിയേ? എന്തേടി? 1 രൂപയോ? അതേസമയം എന്റെ ഫോട്ടോ വെച്ചിരുന്നെങ്കിൽ ഈ പേഴ്സ് അടയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് രൂപയായിരുന്നേന്, അറിയാവോ? വാസി എടുക്കണി താഴേന്ന്. എടി കൊണ്ടുവന്ന പൈസ ഈ പിള്ളേരെ എടുത്ത് കാണും. സത്യം പറയണ, നിങ്ങൾ ഏതാണ്ട് മേടിക്കണം പറഞ്ഞ് പൈസ എടുക്കാൻ പോയതല്ലേ? എത്ര രൂപ എടുത്തു? 50 രൂപ. 2 ഐസ്ക്രീം കഴിക്കാന്ന് ഓർത്ത് എടുത്താ. 50 ഒന്നും 51 രൂപ. ഒരു ഉദ്യോഗസ്ഥന്റെ പേഴ്സിനകത്തെ കാശ. അതങ്ങനെ ദരിദ്രവാസികളുടെ ഫോട്ടോ വെച്ചാൽ അങ്ങനെ ഇരിക്കും. ദരിദ്രവാസി വിളിക്കരുത്. പിന്നെ എന്താ വിളിക്കണം നിന്നെ? പാവം എന്റെ അർജുനേട്ടൻ. ഈ ഫോട്ടോ എന്തിനാ പേഴ്സിൽ വെച്ചിരിക്കുന്നെന്ന് അറിയാവോ? ഇടയ്ക്കിടയ്ക്ക്
എന്നെ കാണണം തോന്നുമ്പോ ഈ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതിയല്ലോ. ശ്ശോ. അപ്പൊ അച്ഛമ്മയെ കാണാൻ ഡാഡിക്ക് ആഗ്രഹമില്ലേ? അത് നേരെയാണല്ലോ, എന്റെ ഫോട്ടോ വെക്കുന്നത്. എടാ അർജുന, എനിക്ക് ഇപ്പൊ അറിയണം അവൻ എന്നെ കാണാൻ ആഗ്രഹമില്ലെന്ന്. എടാ ഇങ്ങോട്ട് വരാൻ അർജുന. എന്താ അമ്മേ? എടാ ഇങ്ങോട്ട് നീങ്ങുന്നേ. എടാ നിന്റെ ഈ പേഴ്സിനകത്ത് എന്റെ ഒരു ഫോട്ടോ കൂടെ വെച്ചാ എന്താ നിനക്ക്? നിനക്ക് ഭാര്യയാണോ വലുത് അമ്മയാണോ വലുത്? എടാ എടുത്തതും പോരാ, ചന്തയ്ക്ക് ചൂരൽ പ്രയോഗം നടത്തി അല്ലൂടെ മക്കളെ. എന്തുവാടാ പുറകുറക്കുന്നത്? എങ്ങോട്ട് നീന്നുള്ള കാര്യം പറയടാ. ഒന്നുമില്ലമ്മേ. ആ എന്നിട്ട് പിള്ളേരെ വഴക്ക് പറയുന്നേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. എന്നാ ശരി ഡാഡി, ഞങ്ങൾ പോയി ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. എന്തിനാടാ ഐസ്ക്രീം? കുറച്ച് വിഷം വാങ്ങിച്ചതാ. ബാക്കി കാശുണ്ടെങ്കിൽ വാങ്ങിത്തരാം ഡാഡി. എനിക്ക് കൂടെ കാണാൻ കുറച്ച് വിഷം. ഇതൊന്നും കാണാതെ കേൾക്കാതെ അങ്ങ് പോകാമല്ലോ. അർജുനേട്ടാ താങ്ക്സ്. ഈ സ്നേഹത്തിനും വാത്സല്യത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ദാ 1000 രൂപ എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഈ പേഴ്സിനകത്ത് വെക്കണം. വെറുതെ എന്നെ പറയിപ്പിക്കല്ലേ. ഫോട്ടോ എന്റെ ഫോട്ടോ മാറ്റല്ലേ. എന്റെ ഭഗവതി, ഇവന്റെ പേഴ്സ് വല്ല കള്ളന്മാരും മോട്ടിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു നിറമാല കഴിപ്പിച്ചേക്കാവേ. സ്നേഹമില്ലാത്തവനെ, നീ എന്നെ വല്ല വൃദ്ധസാധനത്തിനും കൊണ്ടുവന്ന ആക്ക്. എൻ്റെ അമ്മേ, ഞാൻ ഈ മോഹനവല്ലിയുടെ ഫോട്ടോ എടുത്ത് എൻ്റെ പേഴ്സിൽ വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാവോ? നിനക്ക് അവളോടൊരു സ്നേഹം കൂടുതലുണ്ട്. അയ്യോ അല്ല, ഈ വീട്ടിലെ ഓഫീസിലെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങ് പൊറുതി മുട്ടുമ്പോഴേ ഇടയ്ക്ക് ഈ മോഹനവല്ലിയുടെ ഫോട്ടോ എടുത്തൊന്ന് നോക്കുമ്പോൾ ഇതിനെക്കാട്ടി വലിയ പ്രശ്നമല്ലല്ലോ അത് എന്ന് ഓർത്ത് അങ്ങ് സമാധാനിക്കും. അതിനു വേണ്ടിയാ. ആ അപ്പൊ ഞാനാണ് ഈ വീട്ടിലെ പ്രശ്നമല്ലേ? കാണിച്ചു തരാം ഞാൻ, കാണിച്ചു തരാം ഞാൻ. എല്ലാത്തിനും കാരണം ആ പിള്ളേരമ്മേ. സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ആ മുറിയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കരുത്. നമുക്കൊരു ട്യൂഷൻ മാസ്റ്റർ ഏർപ്പാട് ചെയ്യണം. വേണം വേണം, അതൊക്കെ ചെയ്യാം. നീ അങ്ങോട്ട് അല്ല, അവളാണ്ട ഭദ്രകാളിനുള്ളിൽ പോയിരിക്കുക. മോഹനവല്ലി, കടുങ്കൈ ഒന്നും ചെയ്യല്ലേ. We see so many objects around us, colorful and different. On the way to school, we see things like cycles, trees around us, and sometimes flowers. മീനാക്ഷി, എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അപകടമാ. നമ്മളെ പഠിപ്പിക്കാൻ ട്യൂഷൻ സാറിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിനല്ലേടാ ഞാൻ ഡീസന്റ് ആയിട്ടിരുന്ന് പഠിക്കുന്നത്. ട്യൂഷൻ മാസ്റ്റർ ഒന്നും വേണ്ട, ഞങ്ങൾ പഠിച്ചു തുടങ്ങി. വെറുതെ എന്തിനാ കാശ് കളയുന്നേ? കാശ് പോയാലെന്താ, മനസമാധാനം കിട്ടുമല്ലോ. ഡാഡി, ഞങ്ങൾക്ക് ട്യൂഷൻ മാസ്റ്റർ ഒന്നും വേണ്ട. ഞങ്ങൾ ശനിയും ഞായറും കോകിയാന്റിയുടെ വീട്ടിൽ പോയി നിന്നോളാം. ഇനി അവിടെ നിറയും കൂടെ ഞാൻ കേൾക്കണമായിരിക്കും. ഏതായാലും നിങ്ങളെ പുറത്തോട്ട് വിടുക. ഇത് കണ്ടോ, ആ മാഷ് വരുന്നെന്ന് പറഞ്ഞപ്പോ തൊട്ട് മേക്കപ്പെടാൻ തുടങ്ങിയതാ. ചേട്ടാ ഒരാൾ വീട്ടിലോട്ട് വന്ന് കയറുമ്പം നമ്മളൊക്കെ നല്ല കുടുംബക്കാരാണെന്ന് പുള്ളി മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഇത്ര മേക്കപ്പ് ഇട്ടു, ഏതൊരു തെറ്റാണോ? ഒരു തെറ്റുമില്ല. എടാ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ പണ്ടൊരു ഡാൻസ് മാസ്റ്റർ വന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? ഈ മാഷ എങ്ങനെയാ, കാണാൻ കൊള്ളാവുന്നതാണോ? അല്ല, കാണാൻ കൊള്ളാവുന്ന മാഷന്മാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. കറക്റ്റ്. അപ്പോൾ ട്യൂഷൻ വേണ്ടല്ലേ അച്ഛമ്മേ? മാഷായിരിക്കും. നോക്കടാ, വന്നാട്ടെ. മാഷ ഏതായാലും കൃത്യസമയത്ത് തന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയ്യോ, ഗുഡ് മോർണിംഗ്. ഇരുന്നാട്ടെ. സ്കൂളിൽ ജോലി ചെയ്യുമ്പോഴേ ഇങ്ങനെ കൃത്യനിഷ്ഠ, അതാണ് പ്രധാനം. റിട്ടയർ ചെയ്തിട്ടും പട്ടാളച്ചിട്ടയിൽ ഒരു മാറ്റവും ഇല്ല. അതാണ് ഇവർക്ക് ഇല്ലാത്തത്. പട്ടാള ചിട്ട ഇവരാണല്ലേ എന്റെ ശിഷ്യഗണങ്ങള്. മാഷേ, മഹാവികൃതികളാ രണ്ടും, ഒന്ന് കൈകാര്യം ചെയ്തോ. ബാസുരൻ മാഷ് എന്ന് കേട്ടാൽ സ്കൂള് വിറയ്ക്കുമായിരുന്നു പണ്ട്. ഇപ്പോഴോ? ഇപ്പൊ മഞ്ഞുകാലം ആയാലാന്നോ വിറയ്ക്കുന്നേ? പിന്നാണോ ഈ പീക്കിരി പിള്ളാര് കുസൃതി കാണിച്ച കൈവെള്ള തീക്കൊള്ളി കൊണ്ട് കുത്തും. അതാ എന്റെ ഹോബി. അങ്ങനെ വേണം. സൂക്ഷിച്ചോണേ,
എന്നാ മാഷ് ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങിയാട്ടെ. അതെ, എന്നാ അതിനു മുമ്പ് ഒരു പ്രാർത്ഥനയാവാം. പ്രാർത്ഥനയാവാം. എല്ലാരും പാടണമെന്നാ. ആ പാടിക്കൂ. എന്തുവാന്നാ പാടേണ്ടത്? ദൈവമേ കൈതൊഴാൻ. ആ, ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം. പാപമാമെന്നെ നീ കാക്കുമാറാകണം. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാ. പിള്ളേരെ കാണാനില്ല. അയ്യോ എവിടോട്ട് മുങ്ങി? കണ്ടല്ലോ മാഷേ, അടവ് കണ്ടല്ലോ. അവര് പേടിച്ച് മൂത്രം ഒഴിക്കാൻ പോയതാ. രണ്ടുപേരും കൂടെ ഒന്നിച്ചാന്നോ മാഷ മൂത്രം ഒഴിക്കാൻ പോകുന്നത്? അല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇനി പോരെ. ആ, വാ, വാ. ദാ വന്നത് കണ്ടോ? ഇനി നിങ്ങൾ എല്ലാരും പോയിക്കോ. എവരുടെ കാര്യം ഞാൻ ഏറ്റു. മാഷേ, ഞാൻ നിക്കണോ? വേണ്ട 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 വേണ്ട, നീ അടുക്കളയിലോട്ട് വന്ന്. അവിടെ കുറെ പണി കിടക്കുന്നു. നിന്റെ അമ്മ ഒന്ന് ചെയ്യുമോ? ഇങ്ങോട്ട് പണി വന്നിട്ട് പറയാം. അവിടെ വാ. ആയുഷ്മാൻ ഭവ. ഇങ്ങോട്ട് മാറിയില്ലടാ. എന്താ പേര്? മീനാക്ഷി. നിന്റെയോ? കണ്ണൻ. ആ, നല്ല പേര്. മക്കളുമാര് പേടിക്കണ്ട. ഇനി നമുക്ക് ജോളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ കൂട്ടുകാരാ. എന്നാ പിന്നെ നമുക്കൊരു സിനിമയ്ക്ക് പോവാം. അതൊക്കെ പിന്നെപ്പാ. പിന്നെ വിദ്യാർത്ഥികളെ തല്ലുന്ന അധ്യാപകരെ PTA കമ്മിറ്റിക്കാര് തല്ലും. അതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ ചൂരലില്ല. പുസ്തകമൊന്നും ആവശ്യമില്ല. നമ്മൾ പാട്ടും പാടി കഥയും ഒക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പഠിക്കുന്നു. അപ്പൊ തുടങ്ങാം. സമ്പടം പപ്പടം അപ്പുറം ഇപ്പുറം ഒരുപോലെ കണ്ണുള്ള പപ്പടം, എണ്ണയിൽ കളകളം പാടിയ പപ്പടം, കൈകൊണ്ട് തൊട്ടാൽ പൊടി പൊടി പപ്പടം, കൈകൊണ്ട് തൊട്ടാൽ പൊടി പൊടി പപ്പടം. ഇനി നിങ്ങൾ വന്ന് പാടിയാട്ടെ. സമ്പടം പപ്പടം അപ്പുറം ഇപ്പുറം ഒരുപോലെ പപ്പടം, കണ്ണുള്ള പപ്പടം, എണ്ണയിൽ കളകളം ആടിയ പപ്പടം, തൊട്ടാൽ പൊടി പൊടി ആകുന്ന പപ്പടം. ഇനി വേറൊരു പാട്ട് കൈയടിച്ചു പാടണം. കാക്ക ചുണ്ടിൽ നോക്കി കണ്ടാൽ നല്ലൊരു കേക്ക്, കേക്ക് തരാമോ കാക്കേ, കാക്ക പറഞ്ഞു ഓക്കെ. ഇനി ഒന്ന് പാടിയേ. കാക്ക ചുണ്ടിൽ നോക്കി കേക്ക് നല്ല കേക്ക്. അല്ല അങ്ങനല്ല. ആ, കാക്ക ചുണ്ടിൽ നോക്കി കണ്ടാൽ നല്ലൊരു കേക്ക്, കേക്ക് തരാമോ കാക്കേ, കാക്ക പറഞ്ഞു ഓക്കെ. അല്ല മാഷേ, ഇതെന്ത് പാട്ടാ? ഞങ്ങൾ 1-ാം ക്ലാസ്സിലല്ലല്ലോ പഠിക്കുന്നത്. ഞാൻ 1-ാം ക്ലാസ്സിലേ പഠിപ്പിച്ചിട്ടുള്ളൂ. പാട്ട് നിർത്തണ്ട, ഞാന് ഇപ്പൊ വരാം. കാക്ക ചുണ്ടിൽ നോക്കി കാക്ക ചുണ്ടിൽ നോക്കി കണ്ടാൽ നല്ലൊരു കേക്ക്, കേക്ക് കേക്ക് തരാമോ കാക്കേ, കാക്ക പറഞ്ഞു ഓക്കെ. പിള്ളേരെ വീണ്ടും 1-ാം ക്ലാസ്സിലാക്കേണ്ടി വരുമോ? വലിയവായി വർത്താനം പറയുന്ന കൊച്ചുങ്ങളെ ചെറിയ കുട്ടികളാക്കുന്ന വിദ്യ മാഷടത്. ഇത് മാഷൊരു വിളഞ്ഞ വിത്താ കേട്ടോ, സൂക്ഷിച്ചോണം. എന്താ മാഷ ഇവിടെ? അല്ല, പയറുകറിയുടെ മണമടിച്ചപ്പം അറിയാതെ സാവിത്രിയെയും സ്കൂളിലെ കിച്ചൺ ഓർത്തുപോയി. അതാ വന്ന്. സ്കൂളിലാകുമ്പോ ഉച്ചക്കഞ്ഞി നേരത്തൊരു പര്യടനമുണ്ട്. അല്ലല്ല, കഞ്ഞി വെക്കുന്ന സ്ത്രീയാ. അതാണ്ട് ഇതുപോലിരിക്കും. ആരോടാ പറഞ്ഞ എന്നെ പോലെ ഇരിക്കുന്ന? ഞാനേ നല്ല 1-ാം തരം നായർ സ്ത്രീയാ. അല്ലേ എന്നെ പോലെ ഇരിക്കുന്ന ഉച്ചക്കഞ്ഞി വെക്കുന്ന സ്ത്രീ? പോയിക്കോട്ടെ ഇവിടുന്ന്. എന്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കണ്ട. അയ്യടാ. അപ്പൊ കിളവന്മാരെയും സൂക്ഷിക്കണം. അമ്മയോടാ. നീ വരട്ടെ. ഈ മാഷ് കൊള്ളാല്ലേ? ആ, കൊള്ളാം കൊള്ളാം. ഇനി പാട്ട് വേണോ? അയ്യോ വേണ്ടേ, കൊലവേരി പോലത്തെ പാട്ട് വല്ലതും ആണെങ്കിൽ നോക്കാം. അതൊന്നും വേണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആരാവണമെന്ന് ആഗ്രഹം? എനിക്ക് ശാസ്ത്രജ്ഞൻ. ആ, എനിക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയർ. ഇത് രണ്ടും ആക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മലയാളം അക്ഷരം വേണമെങ്കിൽ ഞാൻ പഠിപ്പിക്കും. അയ്യോ, അത് വേണ്ട മാഷേ. എന്നാ ഒരു കാര്യം ചെയ്യും, മക്കളുമാര് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് അങ്ങോട്ട് പഠിക്കും. ഞാനൊന്ന് കിടക്കട്ടെ. ഉച്ചക്കഞ്ഞി കാലമായാ വിളിക്കണം. യെസ് സാർ. അയ്യോ, എന്ത് നല്ല മാഷ്.
മാഷ് തണ്ട കിടന്ന് ഉറങ്ങുന്നു കൂർക്കം വലിച്ച്. മാഷേ ആ, ഒന്ന് എഴുന്നേറ്റേ, നേരം വെളുത്തു. ഇതാ ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസം. ആ ഇതേണ്ട എല്ലാ മാഷന്മാരെയും പറയിപ്പിക്കല്ലേ, പുതിയ വിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്നു. വിശന്നിട്ട് ഉറങ്ങിപ്പോയതാ. വിശന്നിട്ടായിരുന്നെങ്കിൽ വീട്ടിൽ ഇരുന്നാ പോരായിരുന്നു. പെൻഷൻ പറ്റി വീട്ടിൽ പശുക്കളെ നോക്കി ഇരിക്കേണ്ട മാഷ് പിള്ളേരെ പഠിപ്പിക്കാൻ ഇറങ്ങിയ ഇങ്ങനൊക്കെ ഇരിക്കും. നേരെ ഇരി, നേരെ ഇരി. എന്തുവാ പ്രശ്നമെന്നോ? കൊച്ചുങ്ങളെ പഠിപ്പിക്കാതെ അടുക്കള രണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ഇവിടെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നു. ഇതിൽ കൂടുതൽ എന്തുവാ വേണ്ടേ? വയ്യാഞ്ഞിട്ടല്ലയോ വീട്ടുകാര്? ഇത് പ്രശ്നമാവുമല്ലോ. അല്ല ഞങ്ങൾ ഇരിക്കണോ അതോ പോണോ? ഇരിയെടാ അവിടെ. അതെ, ഇതുങ്ങളെ നന്നാക്കാൻ മാഷെ കൊണ്ട് ഒക്കുവോ ഇല്ലയോ? ഇത് നിങ്ങളെ നന്നാക്കി തരണം, അത്രമാത്രം വേണ്ടുള്ളൂ. അതിന് എനിക്ക് ഒരു അവസരം കൂടി തരണം. മഹാപുരുത്തം കെട്ട പിള്ളേരാ, ഇവരെ നന്നാക്കി തരുമല്ലോ. ഒരവസരം കൂടെ കൊടുക്കാമേ. ഒരവസരം കൂടെ തരാം, നന്നാക്കി തരാം. വേറെ മക്കളെ നമുക്ക് പുറത്തു പോയിരുന്ന് പഠിക്കാം. ഇവിടെ ഇരുന്നാ പറ്റത്തില്ലയോ? അല്ല, ഈ പുറത്താവുമ്പോ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുമല്ലോ. വാ വാ. എങ്ങനെയായാലും വേണ്ടില്ല, നന്നാക്കി കിട്ടിയ പോരെ അമ്മേ. പോട്ടെ. ചുണ്ടിൽ നോക്കി കണ്ടാൽ നല്ലൊരു കേക്ക്. ഇവരെയൊക്കെ നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറയടി. A for apple. A for apple. കച്ചടത്തപ്പ. പറയടി പറയടി. കുഞ്ഞുങ്ങളെ അടിക്കരുത്. എന്താടാ നോക്കിയിരിക്കുന്നത്? ഇയാളെ പിടിച്ച് പുറത്താക്കടോ. നന്നായിരിക്കുന്നു മാഷെ. എനിക്ക് ചെയ്യാൻ പറ്റാത്ത മാഷ് ചെയ്തു. പുറത്താക്കാൻ പറഞ്ഞിരിക്കുന്നു. ചേടാ, കുട്ടികളെ നന്നാക്കണമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്? എന്നിട്ട് അധ്യാപകര് കുട്ടികളെ ഒന്ന് തൊട്ടാ മതി, പിന്നെ അവരുടെ മെക്കെട്ട് കയറി. എടാ, ഇങ്ങനെയാണോ തൊടുന്ന? കയറിട്ട് കെട്ടിയിട്ടിട്ട് മോടിനെ തല്ലുന്നോളൂ, തല്ലുവാണോടോ? അറിയപ്പോടോ അവിടുന്ന്. ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കാൻ അതെ, ഞങ്ങളെ പഠിപ്പിച്ചോളാം. ഞങ്ങളെ പഠിപ്പിച്ചോളാം. ഇടം വരെ എത്തിച്ചില്ലേ? എടാ, പിടിച്ച് പുറത്താക്കടാ. നിന്നെ ഞാനിത് ശരിയാക്കും. പിടിച്ച് പുറത്താക്കും. മാഷേതാ ഇങ്ങോട്ട് നോക്കിക്കേ. ഉച്ചക്കഞ്ഞി കുടിച്ചിട്ട് പോവാ. അതാ പിള്ളേർക്ക് അങ്ങനെ കൊടുത്തായിരുന്നു. കയറിട്ട് കെട്ടി നോക്കിയത് കണ്ടോ? അയ്യോ, എന്റെ കുഞ്ഞിന്റെ കൈ കണ്ടോ? അച്ഛൻ കൊച്ചിന്റെ കൈ കൊണ്ടോ? മക്കള് കുളിച്ചു വാ, നമുക്ക് കഴിക്കാൻ. കഞ്ഞിക്ക് എന്താ കറി? പുഴുക്ക്. അതെടുത്ത് അപ്പുറത്തെ പട്ടിക്ക് കൊണ്ട് കൊടുക്കും. ഞാനെടുത്ത് കളയാൻ പോവാ. വാടി. എന്റെ ദൈവമേ,